Hi dear students. അപ്പോൾ കുറേ കുട്ടികൾ ചോദിച്ചായിരുന്നു സാറേ കോണിക് സെക്ഷനിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കോണിക്കൊക്കെ കുറേ കുട്ടികൾക്ക് അറിയായിരിക്കും, പക്ഷേ അതിൽ കുറച്ച് ഫിഗർ തന്നിട്ടൊക്കെ ഈ കോണിക്ക് സ്ട്രെയിറ്റ് ലൈൻ ട്രിഗണോമെട്രി ഒക്കെ മിക്സ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് സ്ഥിരം ക്വസ്റ്റ്യൻ വരാറുണ്ട്, മോഡലിനും ഉണ്ടായിരുന്നു. അപ്പോൾ ആ മോഡൽ എല്ലാ ക്വസ്റ്റ്യൻസിനും ഇൻക്ലൂഡ് ചെയ്യണം. ഒരു 6-7 ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ അറിയാവുന്നവർ ഈ വീഡിയോ കാണണ്ട, അല്ലാത്തവർ കാണുക കേട്ടോ. ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നാളെ ഷുവറായിട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 7 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റിന് ഒരു 2 മിനിറ്റ് എടുത്താൽ ഒരു 14 മിനിറ്റ്, അറൗണ്ട് ഒരു 20 മിനിറ്റ് എടുക്കും ഈ വീഡിയോ കേട്ടോ. അപ്പോൾ നന്നായിട്ട് വീഡിയോ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ. ക്വസ്റ്റ്യൻ എന്താണ്? കൺസിഡർ ദി എലിപ്സ്. ഒരു എലിപ്സ് തന്നിട്ടുണ്ട്, ഫിഗർ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദി എലിപ്സ്. ഈ എലിപ്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇങ്ങനെ കിടക്കുന്ന എലിപ്സ് ആണ്. സോ ഇത് y ആക്സിസിലോട്ടുള്ള എലിപ്സ് ആണ്. ഏത് ആക്സിലോട്ടുള്ള എലിപ്സ് ആണ്? y ആക്സിലോട്ടുള്ള എലിപ്സ് ആണെന്ന് ഫിഗർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ഏതാണ്? y സ്ക്വയർ ബൈ a സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഇതാണ് എലിപ്സിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ y സ്ക്വയർ ബൈ a സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. കാരണം y ആക്സിസിലാണ് എലിപ്സ് കിടക്കുന്നതെന്ന് മനസ്സിലായി. ഇനി അപ്പൊ എ ആരാ? ഈ പോയിന്റ് ആണ് എ. ഈ പോയിന്റ് ആരാ? 0 മൈനസ് എ. ഈ പോയിന്റ് ആരാ? 0 എ. അപ്പൊ എ എന്ന് പറഞ്ഞ ആരാ കുട്ടികളെ? -4. ഇവിടെ എ ആരാ? 4. അപ്പൊ എ എന്ന് പറഞ്ഞ ആരാ? 4. എ എന്ന് പറഞ്ഞ പോയിന്റ് ആരാ? എ ഈക്വൽ ടു 4. ക്ലിയർ? ഈ പോയിന്റുകളാണ് ബി. അപ്പൊ ബി ആരാ കുട്ടികളെ? ഇത് B0. ഈ പോയിന്റ് -B0. അപ്പം ബി എന്ന് പറഞ്ഞ ആരാണ് കുട്ടികളെ? 3. മനസ്സിലായോ? പിടി കിട്ടിയോ? അപ്പം വലിയ പോർഷനെ എ ആയിട്ട് എടുക്കുക, ചെറുതിനെ ബി ആയിട്ട് എടുക്കുക. അപ്പൊ ഇത് എ, ഇത് ബി. അപ്പം ബി എക്സ് ആക്സ് കിടക്കുമ്പോൾ B0, y ആക്സ് കിടക്കുമ്പോൾ 0 എന്ന് കൊടുക്കുക. എല്ലാവർക്കും അറിയാം. അപ്പൊ ഇക്വേഷൻ എടുത്ത് കൊടുക്കുമ്പോൾ ഇക്വേഷൻ എന്തായാലും മാറും? y സ്ക്വയർ ബൈ 4 സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ബൈ 3 സ്ക്വയർ ഈക്വൽ ടു 1. അപ്പൊ എലിപ്സിന്റെ ഇക്വേഷൻ ആയല്ലോ. ഇനി ഫോക്കെ കാണാൻ നിങ്ങൾക്ക് ഞാൻ വിളിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഫോക്കസിന്റെ ഫോം. ഫോക്കയുടെ ഫോമുല സി സ്ക്വയർ ഈക്വൽ ടു ആരാ? എലിപ്സിന്റെ ആണെങ്കിൽ സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. സോ 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. അപ്പൊ 16 മൈനസ് എത്ര? 16 മൈനസ് 9 സി സ്ക്വയർ. അപ്പൊ ആരെന്ന് വരും? 4 സ്ക്വയർ 16, 3 സ്ക്വയർ 16, 7 അല്ലേ? അപ്പൊ സി ഈക്വൽ ടു ആരാ? √7 എന്ന് വരും. സംശയമുണ്ടോ? സി സ്ക്വയർ ഈക്വൽ ടു 7, സി ഈക്വൽ ടു ആരാ? √7. ഹൈപ്പർബോള ആണെങ്കിൽ ഇവിടെ പ്ലസ് ഇടുക, എലിപ്സ് ആണെങ്കിൽ മൈനസ് ഇടുക. ക്ലിയർ? ഇനി സി എന്ന് പറഞ്ഞാൽ √(a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ). എല്ലാ കുട്ടികൾക്കും അറിയാം. അപ്പൊ ഫോക്കെ എന്ന് പറഞ്ഞാൽ ആരാ? കോൺസ് ഓഫ് ഫോക്കെ എന്ന് പറഞ്ഞാൽ അപ്പൊ ഇവിടെ ഉള്ള ഒരു ഇവിടെയാണ് അറൗണ്ട് ഫോക്കെ വരുന്നത്. ഫോക്കെ എന്ന് പറഞ്ഞാൽ ആരാ കുട്ടികളെ? ഇത് സോറി ഇവിടെ എല്ലാം ഫോക്കെ വരുന്നത്, ഇവിടെ എല്ലാം y ആക്സിൽ ഇവിടെ ആയിരിക്കും ഫോക്കെ വരുന്നത്. അപ്പൊ ഫോക്കെ എന്ന് പറഞ്ഞാൽ ആരാണ്? 0 പ്ലസ് ഓർ മൈനസ് സി ആണ് ഫോക്കെ എന്ന് പറഞ്ഞാൽ. സോ ആരാ? 0 പ്ലസ് ഓർ മൈനസ് √7 എന്ന് എടുക്കുക. എന്ന് പറഞ്ഞാൽ 0√7 അല്ലെങ്കിൽ 0 മൈനസ് √7. ഇത് എല്ലാവർക്കും അറിയാം, എല്ലാ കുട്ടികൾക്കും ചെയ്യാൻ അറിയാം. അതുകൊണ്ട് ഞാൻ അതിലോട്ട് അധികം കടക്കുന്നില്ല. അപ്പൊ ഈ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാൻ മനസ്സിലായല്ലോ. ഈസിയല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അത് ഈസി ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയോ. ഇൻ വിച്ച് പ്ലെയിൻ ദ പോയിന്റ് ബി ലൈസ്. എടാ ബി കിടക്കുന്ന പ്ലെയിൻ ഏതാണ്? കുട്ടികളെ നോക്കടാ, ബി നോക്കടാ. ഇവിടെ Z ഉണ്ട്, എക്സ് ഉണ്ട്, y ഇങ്ങോട്ടല്ലേടാ? y ഇല്ല. അപ്പൊ ഇത് ഏത് പ്ലെയിനിലാണ് ബി കിടക്കുന്നത്? ബി ലൈസ് ഇൻ ആരാ? XZ പ്ലെയിൻ. കാരണം ഇവിടെ y ആക്സ് ഇല്ലടാ. നോക്കടാ, ബിക്ക് ആര് മാത്രമല്ലടാ? ബിക്ക് എക്സ് ആക്സ് ഉണ്ട്, Z ആക്സ് ഉണ്ട്. y ആക്സ് ഉണ്ടോ? ഇങ്ങോട്ടല്ലേ y ആക്സ്? ബിക്ക് y ആക്സ് ഇല്ല. ഈ ഒരു പ്ലെയിനിലാണ് കിടക്കുന്നത്. അപ്പൊ XZ പ്ലെയിൻ ആണ് ബി കിടക്കുന്നത്. റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദി പോയിന്റ് ബി. ബിയുടെ കോർഡിനേറ്റ്സ്. അപ്പം എക്സ് കോർഡിനേറ്റ് ആരാണ്ടാ? 2, y ഇല്ല 0, Z ആരടാ? 3. ഇവിടെ ഇതിലുള്ളതിൽ കറസ്പോണ്ടിങ് എടുത്ത് കൊടുത്തത് അതാണ് ഡിസ്റ്റൻസ്, ക്യൂബ് ആണ്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് AB. എബിയുടെ ഡിസ്റ്റൻസ് ഫോമുല വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. മനസ്സിലായോ? XZ പ്ലെയിൻ എന്ന് പറയുമ്പോൾ x0 z എന്ന് പറഞ്ഞാണ് അതിന്റെ കോർഡിനേറ്റ്സ് വരുന്നത്. y ആക്സ് 0 ആയിരിക്കും. സംശയം ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? പിടികിട്ടിയില്ലേ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് മോഡലിനെ ചോദിച്ചു അല്ലേ? ചോദിക്കാം അങ്ങോട്ട്, മെയിൻ എക്സാമിന് ചോദിക്കാം അല്ലെ? ഒക്ടൻസ് പഠിച്ചിട്ട് പോണേ, ചോദിക്കും ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻ വരും. മനസ്സിലായല്ലോ? പിടികിട്ടിയല്ലോ? ക്ലിയർ ആണേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നല്ല ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. അത്യാവശ്യം നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. നല്ലൊരു ക്വസ്റ്റ്യൻ, നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. എന്താണ്? കൺസിഡർ ഒരു എലിപ്സ് തന്നിട്ടുണ്ട്. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് y സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. അപ്പൊ ഇക്വേഷൻ ഇതാണ്. എക്സ് സ്ക്വയർ ബൈ 25 പ്ലസ് y സ്ക്വയർ ബൈ 9 ഈക്വൽ ടു 1. അപ്പൊ ഇത് എലിപ്സ് എങ്ങോട്ടുള്ള എലിപ്സ് ആയ? എക്സ് ആക്സിലോട്ട് എലിപ്സ് ആണ്. എ സ്ക്വയർ എന്ന് പറഞ്ഞ ആരാണ്? 25 ആണ്. എ എന്ന് പറഞ്ഞ 5 ആണ്. ബി സ്ക്വയർ 9 ആണ്.
B3 ആണ്. ഇത്രയും എൻ്റെ കുട്ടികൾക്ക് ചെയ്യാൻ അറിയാം. പോയിന്റ്സ് ഒക്കെ ഓക്കെ ആണ്. അപ്പോൾ ഈ എലിപ്സിന്റെ ഫിഗർ എല്ലാവർക്കും ഓക്കെ ആണല്ലോ. ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദി ഫോക്കെ. ഫോക്കെ ആദ്യം കണ്ടുപിടിച്ചേ. അത് നിങ്ങൾക്ക് വിട്ടു തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയാം. ഫോക്കെ എന്താണ്ടാ? C² = A² - B². സോ 5² - 3². സോ 16 എന്ന് കിട്ടും. അപ്പൊ C = 4 എന്ന് കിട്ടും, പ്ലസ് ഓർ മൈനസ്. അപ്പൊ ഫോക്കയുടെ കോർഡിനേറ്റ്സ് ആരാണ്? എക്സ് ആക്സിലായതുകൊണ്ട് C പ്ലസ് ആരാ? പ്ലസ് ഓർ മൈനസ് G0 ആണ്, വിച്ച് മീൻസ് ആരാ? പ്ലസ് ഓർ മൈനസ് 40 ആണ് ഫോക്കെ എന്ന് പറഞ്ഞാൽ. ഓൾമോസ്റ്റ് ഇവിടെയും ഇവിടെയായിട്ട് വരും ഫോക്കെ. ക്ലിയർ? ഇനി ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് എയും ബിയും ആണ് ഫോക്കെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സോ എയുടെയും ബിയും, അപ്പൊ എയുടെയും ബിയുടെയും പോയിന്റ്സ് കിട്ടി. എ എന്ന് പറഞ്ഞ ആരാ? ബി എന്ന് പറഞ്ഞ ആരാ? 40. എ എന്ന് പറഞ്ഞ ആരാ? -40. ക്ലിയർ ആണേ? സംശയമുണ്ടോ? പക്ക ഓക്കെ അല്ലേ? നെക്സ്റ്റ് എന്താണ്ടാ? ഫൈൻഡ് ദ ലെന്ത് ഓഫ് ദിസ്. ഈ ട്രയാങ്കിളിന്റെ ലെന്ത് കണ്ടുപിടിക്കണം. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്, അത് പക്ക നിങ്ങൾക്ക് ഓക്കെയാണ്. അപ്പം നമുക്ക് ലെന്ത് കണ്ടുപിടിക്കണം നോക്കിയിട്ട് ഈ സൈഡിൽ ലെന്ത് നിങ്ങൾക്ക് അറിയാം. എന്താണ്? ഈ ഡിസ്റ്റൻസ് ഫോമിൽ യൂസ് അല്ലെങ്കിൽ ഇത്രയും 4 ടോട്ടൽ എത്ര? 8. അപ്പൊ എ ബിയുടെ ലെന്ത് നിങ്ങൾക്ക് കിട്ടി. എ ബി എത്രയാ? ഒറ്റയടിക്ക് 8 ആണെന്ന് മനസ്സിലായി. നിങ്ങൾക്ക് ബി സിയും വേണം, എ സിയും വേണം. ഇതിൽ ഏതെങ്കിലും ഒരു സൈഡിന്റെ ലെന്ത് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ബാക്കി കണ്ടുപിടിക്കാം. കാരണം പൈതഗോറസ് തിയറം യൂസ് ചെയ്യാം. ഞാനൊരു അടിപൊളി സാധനം നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ബി സി ആരാണ്? ബി സി എന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. എങ്ങനെയെന്നറിയാമോ? എടാ പിള്ളേരെ ഇങ്ങോട്ട് നോക്കടാ. ഇതൊരു എലിപ്സ് ആണെന്ന് വിചാരിക്കുക. ഈ രണ്ടിനെ റെഡ് ഇട്ട് വരയ്ക്കുന്നതാണ് ഫോക്കസ് എന്ന് വിചാരിക്കുക. ഫോക്കസിൽ കൂടെ നമ്മൾ വരയ്ക്കുന്ന ഈ പെർപെൻഡിക്കുലർ ലൈനെ വിളിക്കുന്ന പേരാണ് ലാറ്റസ് റെക്ടോ എന്ന് വിളിക്കും. ലാറ്റസ് റെക്ടം. നമ്മൾ ആ ഫോക്കസിൽ കൂടെ വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈനെ വിളിക്കുന്ന പേരാണ് ലാറ്റസ് റെക്ടം. ലാറ്റസ് റെക്ടത്തിന്റെ ലെന്ത് ആണ് ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഫോർമുല 2b²/a. ഇതാണ് ലാറ്റസ് റെക്ടത്തിന്റെ ലെന്ത്. ഇത്രയും ഡിസ്റ്റൻസ് ആണ് 2b²/a. ക്ലിയർ? അപ്പൊ ഇത്രയും ഡിസ്റ്റൻസ് എന്തായിരിക്കും? അപ്പൊ എന്താ? നമുക്കറിയാം ഇത്രയും ഡിസ്റ്റൻസ് 2b²/a. അപ്പൊ ഇത്രയും ഡിസ്റ്റൻസ് ആരാ? b²/a. കാണാം 2b²/a by 2 മൾട്ടിപ്പോയ b²/a. അപ്പൊ ഇത്രയും ഡിസ്റ്റൻസ് ആരാണ് കുട്ടികളെ? b²/a. അപ്പൊ അത് വെച്ച് നമുക്ക് ഇത്രയും ഡിസ്റ്റൻസ് കിട്ടത്തില്ലടാ. ഇത്രയും ഡിസ്റ്റൻസ് ആരാണ് മക്കളെ? അപ്പൊ ഈ ഡിസ്റ്റൻസ് ആരാണ്? b²/a ആണ്. ഇത്രയും കാണാം, ഇത്രയും ഡിസ്റ്റൻസ് 2b²/a. അപ്പൊ ഇത്രയും ഡിസ്റ്റൻസ് ആരുടെ? b². ഇത് ലാറ്റസ് റെക്ടത്തിന്റെ പകുതിയാ. അപ്പം b² ആരുടെ ഇതില്? 9. അപ്പം b²/a ആരാടാ? 9 b² എന്ന് പറഞ്ഞാൽ 9/a ആരാ? 5. അപ്പൊ ഇത്രയും ഡിസ്റ്റൻസ് 9/5 എന്നിട്ട്. അപ്പൊ ഇത്രയും ഡിസ്റ്റൻസ് ആരുടെ? 9/5. യൂസിങ് പൈതഗോറസ് തിയറം. ഇത്രയും ഡിസ്റ്റൻസ് 8 എന്ന് കിട്ടി, ഇത്രയും ഡിസ്റ്റൻസ് 9. പൈതഗോറസ് തിയറം അനുസരിച്ച് ഇത് കണ്ടുപിടിക്കുക. ഇനി പൈതഗോറസ് തിയറം അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു കാര്യം കൂടെ ഞാൻ ഒന്ന് പറഞ്ഞിരട്ടെ. സിയുടെ പോയിന്റ് ചോദിച്ചാലോ, കോർഡിനേറ്റ്സ് ചോദിച്ചാലോ? എളുപ്പോ? എങ്ങനെയാ? സി എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് എക്സ് കോർഡിനേറ്റ് പറ. ഈ ഡിസ്റ്റൻസ് അല്ലേടാ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ആരാ? 4. ഇനി ആ സി, ഇതാണ് സി എന്ന് പറയുന്ന പോയിന്റ്. ആ സി എന്ന് പറഞ്ഞ പോയിന്റ് വൈ കോർഡിനേറ്റ്. കുട്ടികളെ വൈ കോർഡിനേറ്റ് ഈ ഡിസ്റ്റൻസ് അല്ലേടാ വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ. ഈ ഡിസ്റ്റൻസ് അല്ലേ 9/5 എന്ന് പറഞ്ഞാൽ. അപ്പൊ സിയുടെ പോയിന്റ് 9/5. അപ്പൊ കോർഡിനേറ്റ്സും കണ്ടുപിടിക്കാൻ പറ്റും. ഏതാ? 9/5 ആണ് സിയുടെ കോർഡിനേറ്റ്സ്. നിങ്ങൾക്ക് ഈ ഡിസ്റ്റൻസ് 9/5 എന്ന് കിട്ടി. ഡിസ്റ്റൻസ് വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഈ പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റും. ആ പോയിന്റ് ആണ് 4 9/5. വേണമെങ്കിൽ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? എ സി കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് യൂസ് ചെയ്യുക? ഈ ഡിസ്റ്റൻസ് 9/5, ഈ ഡിസ്റ്റൻസ് 8, പൈതഗോറസ് തിയറം യൂസ് ചെയ്ത് എന്ത് ചെയ്യുക? ഹൈപ്പോട്ടനസിൽ എന്ത് കണ്ടുപിടിക്കുക? എങ്ങനെ വേണോ നിങ്ങൾ കണ്ടുപിടിച്ചോ. മാർക്ക് മൈ ക്വസ്റ്റ്യൻ. ഇത് ഇമ്പോർട്ടൻ്റ്. ഈ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ മനസ്സിലായോ? ഇമ്പോർട്ടൻറ്റ്. എന്താണ്? ലാറ്റസ് റെക്ടം. പിന്നെ മനസ്സിൽ വെക്കുക, ലാറ്റസ് റെക്ടം ആണ്. ഇത്രയും ഡിസ്റ്റൻസ് ലാറ്റസ് റെക്ടം. അപ്പൊ അതിന്റെ പകുതി എടുക്കുക. മനസ്സിലായോ? എടാ ഇത് ഒരുവിധം ഈ ലാറ്റസ് റെക്ടം ഒക്കെ അറിയാവുന്ന കുട്ടിക്ക് മനസ്സിലാവുള്ളൂ. കോണിക് സെക്ഷൻ അറിയാവുന്ന കുട്ടികൾ വേണം വീഡിയോ കാണാൻ കേട്ടോ. ആദ്യമായിട്ട് കയറിയിരിക്കുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ ഇത് മനസ്സിലായെന്ന് വരത്തില്ല. ബേസ് മുതൽ പറയേണ്ടി വരും. അത് നടക്കത്തില്ല കേട്ടോ. അപ്പൊ അങ്ങനത്തെ കുറച്ച് കോണിക് സെക്ഷൻ അറിഞ്ഞാലേ ഇത് മനസ്സിലാവുള്ളൂ കേട്ടോ. ക്ലിയർ ആണേ? സംശയമുണ്ടോ? കാരണം ബി സി ഇസ് പെർപെൻഡിക്കുലർ എന്ന് പറയുന്നുണ്ട്. അതാണ് ലാറ്റസ് റെക്ടം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനെ സെയിം ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ എക്സിൻട്രിസിറ്റി ആൻഡ് ഫോക്കസ് ഓഫ് ദി എലിപ്സ്. നമുക്കറിയാം ഇത് എങ്ങോട്ടുള്ള എലിപ്സ് തന്നെയാണ്? എക്സ് ആക്സിൽ എലിപ്സ് ആണ്. അപ്പൊ നമുക്കറിയാം a²ന്റെ വാല്യൂ എത്ര? a²ന്റെ വാല്യൂ 25. അപ്പൊ a എന്ന് പറഞ്ഞാൽ 5, b² വാല്യൂ 9 ആണ്, b എന്ന് പറഞ്ഞാൽ 3 ആണ്. അത്രയും നിങ്ങൾക്ക് ഓക്കെ ആണ്.
ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് പറയാൻ മക്കൾ, ഈ പോയിന്റ് പറ, ദിസ് പോയിന്റ്. ഈ പോയിന്റ് ആരായിരിക്കും? ഈ പോയിന്റ് എ അല്ലേ, അപ്പോൾ A0 50. അപ്പോൾ ഈ പോയിന്റ് ആരാ? -50. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാം. ഈ പോയിന്റ് ആരാ? ഇത് ബി അല്ലേ, ബി എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ ആരാ ഈ പോയിന്റ്? ആരാ? 0 3. അത് രണ്ടും ഓക്കെ. ഫൈൻഡ് ദ എക്സിൻട്രിസിറ്റി ആൻഡ് ഫോക്കസ് ഓഫ് ദി എലിപ്സ്. ഇപ്പോഴും ഫോക്കസ് അല്ല, ഫോക്കൈ ആണ് കേട്ടോ ക്വസ്റ്റ്യൻ. ഫോക്കൈ. ഓക്കെ, ഫോക്കൈ ഓഫ് ദി എലിപ്സ്. ഒന്നിൽ കൂടുതൽ ഫോക്കസ് ഉണ്ടല്ലോ, ഇവിടെയും ഇവിടെയും. ഓക്കെ, അപ്പോൾ നമുക്ക് C² കണ്ടുപിടിക്കുന്ന ഫോർമുല A² - B². സോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് C² എന്ന് കിട്ടി 25 4 എന്ന് കിട്ടും. 25 C² 16 കിട്ടും. 25 - 16 C = 4 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഫോക്കൈ എന്ന് പറഞ്ഞാൽ ആരാ? ഫൈൻഡ് ദ ഫോക്കൈ ആരാ? ഫോക്കൈ എന്ന് പറഞ്ഞാൽ +or - C0 വിച്ച് മീൻസ് ആരാ? +or - 40. അത് എല്ലാ കുട്ടികളും കണ്ടുപിടിക്കാൻ അറിയാം. എക്സിൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ E = C/A. C എത്ര? 4/A എത്ര? 5. എക്സിൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ റേഷ്യോ ആണ്. ഓക്കെ, ഫോക്കസിൻ്റെയും പിന്നെന്താണ് ഈ മേജർ ആക്സിസിൻ്റെയും റേഷ്യോ ആണ്. മേജർ ആക്സിൻ്റെ പകുതിയുടെ റേഷ്യോ ആണ് എന്ന് പറഞ്ഞാൽ എക്സിൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ആണ് എക്സിൻട്രിസിറ്റി കണ്ടുപിടിക്കുന്ന ഫോർമുല C/A. എക്സിൻട്രിസിറ്റി കണ്ടുപിടിക്കുന്ന ഫോർമുല C/A. അത് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ എക്സിൻട്രിസിറ്റിയും കിട്ടി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ എല്ലാ കുട്ടികളും ചെയ്യുമെന്ന് എനിക്കറിയാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദി ലൈൻ L. ഒരു L എന്ന് പറഞ്ഞ ലൈൻ ഇല്ലേടാ, അതിൻ്റെ ഇക്വേഷൻ നിങ്ങൾ ചെയ്യും. എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ സാറ് പറഞ്ഞു? കാരണം 2 പോയിന്റ് ഇല്ലേടാ, 2 പോയിന്റ് ഉണ്ടെങ്കിൽ ഇക്വേഷൻ കണ്ടുപിടിക്കേണ്ട ഫോർമുല ആദ്യം നിങ്ങൾ സ്ലോപ്പ് കണ്ടുപിടിക്കുക. സ്ലോപ്പ് ഓഫ് L ഫോർമുല y2 - y1 എന്ന് പറഞ്ഞാൽ M എന്ന് പറഞ്ഞാൽ ആരാ? y2 - y1 x2 - x1 എന്ന് പറഞ്ഞാൽ y2 - 0 - 3 x2 5 - 0 5. സോ നിങ്ങൾക്ക് -3/5 എന്ന് കിട്ടും. അപ്പോൾ ഇക്വേഷൻ കണ്ടുപിടിക്കുന്ന ഫോർമുല ആരാ കുട്ടികളെ? y - y0 = m × x - x0. ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക. ഞാൻ ചെറിയ പോയിന്റ് എടുത്തു, ഞാൻ 0 3 എടുത്തു. അപ്പോൾ y - y0 3 = m - 3/5 × x - x0. x - x0 ഇവിടെ 0. സോ ഇത് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ 5y - 15 = -3x. ഇപ്പുറത്ത് വരുമ്പം 5y + 3x - 15 = 0. സോ L എന്ന് പറഞ്ഞ ലൈനിന്റെ ഇക്വേഷൻ കിട്ടി. നിങ്ങൾക്ക് അറിയാം 2 പോയിന്റ് ഉണ്ടെങ്കിൽ ഇക്വേഷൻ കിട്ടി. ഞാൻ പറഞ്ഞു തരണോ? നിങ്ങൾ ചെയ്യൂലേ? സ്ട്രൈറ്റ് ലൈനിലെ ബുജികളല്ലേ നിങ്ങൾ? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദി ലൈൻ പാരലൽ ടു ദി ലൈൻ L ആൻഡ് പാസിംഗ് ത്രൂ എനി വൺ ഓഫ് ദി ഫോക്കൈ. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫോക്കൈ, സപ്പോസ് ഞാൻ ഇത് ഫോക്കൈ എന്ന് പറഞ്ഞെടുത്തു. ആ ഫോക്കസിൽ കൂടെ പോകുന്ന ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. അതാ ഒരു ലൈൻ ഇങ്ങനെ ഫോക്കസിൽ കൂടെ പോകുന്നു എന്ന് വിചാരിക്കാം. ക്ലിയർ? അപ്പോൾ ഫോക്കസിന്റെ പോയിന്റ് ഏതാ? നമ്മൾ കണ്ടുപിടിച്ചു വരാ 40. ഈ പോയിന്റ് ആരാ? 40 കൂടെ ലൈൻ പാസ് ചെയ്യുന്നുണ്ട്. പാരലൽ ടു L എന്ന് പറഞ്ഞാൽ, പാരലൽ എന്ന് പറഞ്ഞാൽ എന്താണ്ടാ? സ്ലോപ്പുകൾ സെയിം. ഞാൻ ഇതിനെ L2 എന്ന് വിളിച്ചു. അപ്പൊ L2ന്റെ സ്ലോപ്പ് M2 ആരാ? പഴയത് തന്നെയാണ്, -3/5 തന്നെയാണ്. എന്തുകൊണ്ടാണ് L2ന്റെ സ്ലോപ്പ് സെയിം ആയത്? പാരലൽ ലൈനുകൾ ആയതുകൊണ്ട് സ്ലോപ്പുകൾ സെയിം ആണ്. അപ്പൊ ആദ്യത്തെ ലൈനിന്റെ സ്ലോപ്പ് തന്നെ ഇവനും സ്ലോപ്പ്. ഇനി പാസിംഗ് ത്രൂ പോയിന്റ് ഉണ്ടല്ലോ 40, സ്ലോപ്പും പോയിന്റും ഇക്വേഷൻ പഠിച്ചൂടെ? സെയിം ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ സ്ലോപ്പും ഈ പോയിന്റും കൊടുക്കുക. L2ന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. ഇത് ചോദിക്കും, പഠിച്ചു വെക്കടാ. ഇത് എക്സാമിന് ചോദിക്കും, ഇത് വരും, ഇമ്പോർട്ടന്റ് ആണ്. പഠിച്ചു വെക്കുക ഈ ക്വസ്റ്റ്യൻ കേട്ടോ. നാളത്തെ എക്സാമിനേഷന് കാണാം. ഇനി പാസിംഗ് ത്രൂ ദ ഫോക്കൈ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞെങ്കിലോ, എങ്കിലും ചെയ്യാം. സെയിം തന്നെയാണ് കണ്ടീഷൻ. ഒരൊറ്റ കാര്യമേ ഉള്ളൂ, സ്ലോപ്പ് കണ്ടുപിടിക്കേണ്ട ഫോർമുല m1 × m2 = -1 ഇക്വേറ്റ് ചെയ്യുക. അങ്ങനെ ഇയാളുടെ സ്ലോപ്പ് × m2 = -1 ഇക്വേറ്റ് ചെയ്ത് അവിടെ നിന്ന് m2 കണ്ടുപിടിക്കുക. അറിയാമല്ലോ നിങ്ങൾക്ക്, ചോദിക്കും കേട്ടോ, നോക്കി വെച്ചോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യൻ ആണേ. ഓക്കെ, ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാമോ? കുറച്ച് ഓക്കെ, കാണാം. ഇത് നല്ല ക്വസ്റ്റ്യൻ ആണേ. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ദ ഫിഗർ ഷോസ് എ യൂണിറ്റ് സർക്കിൾ. അത് നോക്കി വെക്കുക. യൂണിറ്റ് സർക്കിൾ ഫിഗറിൽ എന്താ പറയുന്നത്? യൂണിറ്റ് സർക്കിൾ എന്നാ പറയുന്നത്. എന്ത് സർക്കിൾ എന്നാ പറയുന്ന? യൂണിറ്റ് സർക്കിൾ എന്ന് പറയുമ്പോൾ സർക്കിളിന്റെ റേഡിയസ് 1. റേഡിയസ് എത്രയാ? 1 എന്നാണ് മീനിങ്. ഓക്കെ, ആൻഡ് ലൈൻ വിച്ച് മേക്സ് 30 ഡിഗ്രി വിത്ത് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്. ഓക്കെ, ഒരു 30 ഡിഗ്രി ആംഗിൾ തന്നിട്ടുണ്ട്. റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദി ലൈൻ. ആ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. നമുക്കറിയാം ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ സ്ലോപ്പ് വേണം.
സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ m ഈക്വൽ ടു ടാൻ തീറ്റ. കാരണം അവിടെ ആംഗിൾ തന്നിട്ടുണ്ട്. അപ്പൊ m ഈക്വൽ ടു ടാൻ 30. കാരണം ലൈൻ എക്സ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഉണ്ട് 30. അപ്പൊ ടാൻ 30 എന്ന് പറഞ്ഞാൽ എന്താ കുട്ടികളെ 1/√3. സോ നിങ്ങൾക്ക് തീറ്റ കിട്ടി, സോറി സ്ലോപ്പ് കിട്ടി. ഓക്കെ പക്ക. അപ്പൊ സ്ലോപ്പിന് ഒരു പോയിന്റും കൂടെ കിട്ടിയ ഇക്വേഷൻ പിടിക്കാം. റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദി ലൈൻ L എന്നാ പറയുന്നത്. നിസ്സാരമാണ്. കാരണം ആ L എന്ന് പറഞ്ഞ പോയിന്റ് ഈ ലൈനിൽ പാസ് ചെയ്യുന്നുണ്ട്. ഈ ലൈൻ ഈ പോയിന്റ് പാസ്, ഈ പോയിന്റ് ആരാ 0 0. നിസ്സാരം. ദ ഫിഗർ യൂണിറ്റ് സർക്കിൾ ആൻഡ് ലൈൻ L വിച്ച് മെത്തേഡ് എക്സ് ആക്സിസ് അല്ലേ, എക്സ് വൈ. അപ്പൊ ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ആരാ ഒറിജിൻ ആണ്. ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്നതുകൊണ്ട് അത് വെച്ച് നിങ്ങൾക്ക് നിസ്സാരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇത് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇക്വേഷൻ ഏതാ y മൈനസ് y നോട്ട് ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. സോ y മൈനസ് y നോട്ട് ആരാ 0 ഈക്വൽ ടു 1/√3 ഇൻറ്റു എക്സ് മൈനസ് 0. ഇതിങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ √3/x മൈനസ് എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടും നിങ്ങൾ സോൾവ് ചെയ്യുമ്പം. അല്ലെങ്കിൽ സിമ്പിൾ ഇങ്ങനെ എഴുതിയാൽ മതി, √3y ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും. ഇതാണ് ഇക്വേഷൻ, ഈ ലൈനിന്റെ ഇക്വേഷൻ. ഇത്രയേ ഉള്ളൂ. പക്ക ക്ലിയർ അല്ലേ, സിമ്പിൾ അല്ലേ? അപ്പൊ ഇക്വേഷനായി. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ, റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദി പോയിന്റ്. ഇത് ക്വസ്റ്റ്യൻ ആണ്. എയുടെയും ബിയുടെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. ഈ എയുടെയും ബിയുടെയും നിസ്സാരമാണ്, ക്വസ്റ്റ്യൻ എന്നൊക്കെ തന്നെയാണ്, പക്ഷെ നിസ്സാരം. അങ്ങ് കുറച്ചും കൂടെ ഇങ്ങോട്ട് വരച്ചു തരാം. ഓക്കെ, സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു യൂണിറ്റ് സർക്കിൾ ഇങ്ങനെ കിടപ്പുണ്ട്, ഇങ്ങനെ ഒരു ലൈൻ പോകുന്നുണ്ട്. നമുക്ക് ഈ പോയിന്റ് കണ്ടുപിടിക്കണം. എ ഞാൻ പറഞ്ഞിട്ടാ നിസ്സാരമാണ് കുട്ടികളെ, യൂണിറ്റ് സർക്കിൾ അല്ലേടാ. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തു ഇങ്ങനെ. ഓക്കെ ക്ലിയർ. അപ്പൊ അത് റൈറ്റ് ആംഗിൾ ആയി അല്ലേ. ഇത് ഏത് ട്രയാംഗിൾ ആയുടെ ഇപ്പം ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയി. ക്ലിയർ ആണേ. ഓക്കെ, നമുക്ക് ഈ ഡിസ്റ്റൻസ് അറിയാം. ഇത് 1 യൂണിറ്റ് സർക്കിൾ ആയതുകൊണ്ട് അത്രയും 1. ആ ഡിസ്റ്റൻസ് അത്രയും എന്താണ് 1 ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇനി വേറെ എന്തെങ്കിലും ഇതിലുണ്ടോ? വേറെ ഒന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ ഈ ആംഗിൾ 30 എന്നറിയാം. ഈ ആംഗിൾ എത്രയാ? ഈ ആംഗിൾ 30 ആയതുകൊണ്ട് നമുക്കൊരു പരിപാടി അവിടെ ചെയ്യാൻ പറ്റും. യൂസിങ് 10ാം ക്ലാസ്സിലോട്ട് തിരിഞ്ഞു പോവുക, ട്രിഗണോമെട്രി. ഒന്നുകിൽ റേഷ്യോ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ട്രിഗണോമെട്രി യൂസ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഹൈപ്പോട്ടനസ് ഉണ്ട്. ഈ സൈഡും കണ്ടുപിടിക്കണം. ഈ സൈഡും ഞാൻ മാർക്ക് ചെയ്തു. അത് എ എന്ന് കൊടുത്തു, ഈ പോയിന്റ് ബി ആ. അപ്പം ഞാൻ ഇത് സി എന്നും ഇത് ഒ എന്നും ഇരിക്കട്ടെ. ഓക്കെ, അവിടെ നിന്ന് ഞാൻ സൈൻ 30 പറയാം, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നിന്ന് സൈൻ 30 പറ കുട്ടികളെ. സൈൻ 30 അവിടെ നിന്ന് സൈൻ 30 പറഞ്ഞ് എന്ത് വരും? സൈൻ 30 എന്ന് പറഞ്ഞാൽ എന്താണ്ടാ? ലെങ്ത് ഓഫ് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് എന്ന് പറയുമ്പോൾ ആരാ? AC ബൈ ഹൈപ്പോട്ടനസ്. ഹൈപ്പോട്ടനസ് ആരാ? 1. സൈൻ 30 1/2 ഈക്വൽ ടു AC എന്ന് കിട്ടും. അപ്പൊ AC-യുടെ ഡിസ്റ്റൻസ് കിട്ടി, ഈ ഡിസ്റ്റൻസ് കിട്ടി. ഇത്രയും ഡിസ്റ്റൻസ് ആരാ? 1/2 എന്ന് കിട്ടി, ഈ ഡിസ്റ്റൻസ്. ഇനി ഇവിടെ നിന്ന് cos 30 പറയടാ. cos 30 എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടനസ്. 30 അഡ്ജസന്റ് OC ബൈ ഹൈപ്പോട്ടനസ് ആരാ? 1. cos 30 ആരാ? sin 30 1/2, cos 30 √3/2. OC by 1 OC. അപ്പൊ OC √3/2 എന്ന് കിട്ടി. സോ ഈ ഡിസ്റ്റൻസ്, ഇത്രയും ഡിസ്റ്റൻസ് ആരെന്ന് കിട്ടി നിങ്ങൾക്ക്? √3/2 എന്ന് കിട്ടി. ഇത്രയും ഡിസ്റ്റൻസ് 1/2 എന്ന് കിട്ടി. ക്ലിയർ? സംശയം ഉണ്ടോ? ഇനി പറ മക്കളെ, പോയിന്റ് ഏതാ? ഈ പോയിന്റ് ആരടാ? എടാ ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ √3/2 ആ. അപ്പൊ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് ആരാ? ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് ആരാ? √3/2. ഇനി ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ ആരാണ്? 1/2. അപ്പൊ ഇത്രയും ഡിസ്റ്റൻസിലടാ വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ, അപ്പൊ വൈ കോർഡിനേറ്റ് ആരാ? 1/2. പോയിന്റ് മനസ്സിലായോ? പിടികിട്ടിയോ? ക്ലിയർ ആണേ? ആർക്കെങ്കിലും സംശയം ഉണ്ടോ? പക്ക ഓക്കെ അല്ലേടാ? ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണേ. ക്ലിയർ ആണേ? അപ്പൊ ഈ പോയിന്റ്സുകൾ എന്താണെന്ന് മനസ്സിലാകണം നമുക്ക്. ആ പോയിന്റ്സ് √3/2 1/2 യൂസിങ് ട്രിഗണോമെട്രി യൂസ് ചെയ്യണമെന്ന് മനസ്സിൽ വരണം. ആംഗിളും ഒരു സൈഡും ഉണ്ടെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെങ്കിൽ ബാക്കി 2 സൈഡ് കണ്ടുപിടിക്കാൻ വേണ്ടി കോസോ സൈനോ കണ്ടുപിടിക്കുക. ഓർ ടാൻ യൂസ് ചെയ്യാം. ഹൈപ്പോട്ടനസ് തന്നതുകൊണ്ടാണ് കോസും സൈനും. വേറെ ഏതെങ്കിലും സൈഡാണ് ഉണ്ടായിരുന്നെങ്കിൽ ടാൻ യൂസ് ചെയ്യുക. എടാ ഇതിന്റെ നേരെ ഓപ്പോസിറ്റിലടാ ഈ പോയിന്റ്. നിസ്സാരമല്ലടാ. ഇത് ഏത്? ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്. തേർഡ് ക്വാഡ്രന്റിൽ എക്സും നെഗറ്റീവ്, വൈയും നെഗറ്റീവ്. അപ്പൊ ഈ ബി എന്ന് പറഞ്ഞ പോയിന്റ് ഏതാ? ബി ഏതാ? -√3/2 -1/2 അല്ലേടാ?
അല്ലേടാ? എക്സും നെഗറ്റീവ്, വൈയും നെഗറ്റീവ്. ബിയുടെ കോർഡിനേറ്റ്സ് ആരാ? ബി ആരാ? -√3/2 -1/2. ചുമ്മാ അങ്ങ് ഓപ്പോസിറ്റ് സൈനം കൊടുത്താൽ മതി. നേരെ ഓപ്പോസിറ്റ് അല്ലേ ഇത് കിടക്കുന്നത്? ഇങ്ങനെ അല്ലടാ പോകുന്നത്, നേരെ ഈ കോട്ടറിന്റെ അപ്പൊ ഈ കോട്ടറിന്റെ കറസ്പോണ്ടിങ് സൈൻ മാത്രം മാറ്റി കൊടുത്താൽ പോരെ? കിട്ടിയില്ലേ? നെക്സ്റ്റ്, the last question, find the equation of the tangent line to the circle at A. നമ്മള് എ കൂടെ ഒരു ടാൻജന്റ് പാസ് ചെയ്യുക. നിങ്ങൾ ഇങ്ങനെ എ കൂടെ എന്ത് വരയ്ക്കുക? നിങ്ങളൊരു ടാൻജന്റ് ഇങ്ങനെ വരയ്ക്കുക. ആ ടാൻജന്റ് ഇക്വേഷൻ നമുക്കറിയാം. ടാൻജന്റും സർക്കിളിലെ ഈ ലൈനും എന്താണ്ടാ? പെർപെൻഡിക്കുലർ ആണ്. 10ാം ക്ലാസ്സിൽ പഠിച്ചു. ടാൻജന്റ് പാസ് ചെയ്യുന്ന പോയിന്റ് നിങ്ങൾക്ക് ഇപ്പൊ അറിയാം. ടാൻജന്റ് പാസ് ചെയ്യുന്ന പോയിന്റ് എത്ര? ടാൻജന്റ് പാസ് ചെയ്യുന്ന പോയിന്റ് എത്ര? √3/2 1/2. ഇനി ഞാൻ ഈ ലൈനിനെ എൽ എന്ന് വിളിച്ചു. അപ്പൊ ഈ ലൈൻ നമുക്ക് L2 എന്ന് വിളിക്കാം. L2ന്റെ ഇക്വേഷൻ ഞാൻ പഠിപ്പിക്കണോ? പെർപെൻഡിക്കുലർ അല്ലേടാ? പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ആദ്യം നിങ്ങൾക്ക് L1ന്റെ സ്ലോപ്പ് അറിയാം, 1/√3. അപ്പൊ L2ന്റെ സ്ലോപ്പ് എന്താണ്? ഈ M1 × M2 = -1 ഈക്വൽ ചെയ്താ 1/√3 × M2 = -1. സോ M2 = -√3. അപ്പൊ L2ന്റെ സ്ലോപ്പ് കിട്ടി. കാരണം ഈ രണ്ടുപേരുടെ സ്ലോപ്പുകളുടെ പ്രോഡക്റ്റ് -1 ആണ്. ഇക്വൽ ചെയ്യുമ്പോൾ L2ന്റെ സ്ലോപ്പ് -√3 എന്ന് കിട്ടി. ഈ പോയിന്റ് കൊണ്ട് y - y0 ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് എന്ത് ചെയ്യുക? ഇക്വേഷൻ കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് മാർക്ക് കിട്ടും. മനസ്സിലായോ? നിങ്ങൾ അത് സ്വന്തമായിട്ട് ചെയ്തോളൂ. നിങ്ങൾക്ക് അറിയാം. ഇത് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ. നല്ല ക്വസ്റ്റ്യൻ ആണ്. പിടികിട്ടിയോ? ക്ലിയർ അല്ലേ? പക്ക ഓക്കെ അല്ലേ എൻ്റെ കുട്ടികൾക്ക്? പഠിച്ചോളുക കേട്ടോ. ക്ലിയർ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഞാൻ ആദ്യം ചെയ്തതിന്റെ വേറൊരു മോഡലാണ്. ഇതിൽ 3 ഇട്ട് ചെയ്ത്, ഇത് 2 ഇട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തോളുക. നെക്സ്റ്റ് നമ്മളെ റിലേഷൻ ആൻഡ് ഫംഗ്ഷനിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. വേറെ ഒന്നുമില്ല, അത് ഡൊമൈൻ റേഞ്ച്. ആ കുട്ടികളെ ഫിഗർ തന്നിട്ട് ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾ പഠിക്കേണ്ടത് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിലെ വാല്യൂവും റേഞ്ച് എന്ന് പറഞ്ഞാൽ വൈ ആക്സിലെ വാല്യൂ ആണെന്ന് പഠിച്ചോളുക. ഇവിടെ നോക്കടാ, എക്സ് ആക്സ് ഏത് മുതൽ ഏത് വരെയാണ്ടാ ഗ്രാഫ് ഉള്ളത്? -4 മുതൽ +4 വരെ അല്ലേ? സോ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ആരാ മക്കളെ? ഡൊമൈൻ എന്ന് പറഞ്ഞാൽ -4 to +4 വരെ. ഇനി റേഞ്ച് എന്ന് പറഞ്ഞാൽ ആരാണ്ടാ? റേഞ്ച് എന്ന് പറഞ്ഞാൽ സാറ് പറഞ്ഞു വൈ ആക്സിലെ ഗ്രാഫിന്റെ വാല്യൂ ആണ്. വൈ ആക്സ് ഏത് മുതൽ ഏത് വരെയാ ഉള്ളടാ? 0 മുതൽ 4 വരെ ഇല്ലടാ വാല്യൂസ് ഉള്ളൂ. അതിന് മുകളിലോട്ടോ വല്ലതും പോകുന്നുണ്ടോ? 0 മുതൽ 4 വരെയാണ് ഏതെന്നുള്ളത് ഇതിന്റെ അകത്തുള്ള വൈ ആക്സ്. ഗ്രാഫിന്റെ ഏരിയ പറയുന്നത് 0 മുതൽ 4 വരെ. അപ്പൊ അതാണ് ആരെന്ന് പറഞ്ഞ റേഞ്ച് എന്ന് പറഞ്ഞ 0 to 4 ഇൻക്ലൂഡ് ആയതുകൊണ്ടാണ് ക്ലോസ് ബ്രാക്കറ്റ് ഇട്ട. മനസ്സിലായോ? അപ്പൊ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിൽ ഏത് മുതൽ ഏത് വരെ വാല്യൂ ഉണ്ടോ അതാണ് ഡൊമൈൻ. വൈ ആക്സിൽ ഏത് മുതൽ ഏത് വരെ വാല്യൂ ഉണ്ട് അതാണ് റേഞ്ച് എന്ന് പറഞ്ഞത്. ഇവിടെ ക്ലോസ്ഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ നിന്നത്. ക്ലിയർ? ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ ഏതെന്ന് കണ്ടുപിടിക്കാം. ഫിഗർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നൊരു സെമി സർക്കിൾ ആണ്. സെമി സർക്കിൾ ആയാലും സർക്കിളിന്റെ ഇക്വേഷനാ. എന്താണ് സർക്കിളിന്റെ ഇക്വേഷൻ? x - h² + y - k² ഈക്വൽ ടു r². ഇവിടെ r എന്ന് പറഞ്ഞ സർക്കിളിന്റെ റേഡിയസ് ആകുന്നു. ഈ ഡിസ്റ്റൻസ് അല്ലേ r? ആ ഡിസ്റ്റൻസ് എത്രയാ? 4 എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്. 4ഉം -4ഉം ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റത്തുണ്ടാണ് 4 ആണ്. അപ്പൊ r² വാല്യൂ കിട്ടി. ആരാ? 4². ഇനി 0യാ, സെന്റർ 0യാ. h ഉം k യും എന്താണ്? h ഉം k യും ആരാണ്? 0 0. അപ്പൊ ഇക്വേഷൻ ആരാ? x² + y² = 4². ക്ലിയർ? അതാണ് ഡിഫൈൻ. f of x ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോ ഇങ്ങനെ കിട്ടി. f of x എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആരാ? സിംപ്ലി y ആണ് f of x. ഇവിടുന്ന് y കണ്ടുപിടിക്കുക. അപ്പൊ y² ആരാ? y² = 4² - a². അവിടെ നിന്ന് y = ആര് കുട്ടികളെ? √4² - a². ഇതാണ് f of x. അപ്പൊ f of x എന്ന് പറഞ്ഞാൽ ആരാ? f of x = √4² - a² എന്ന് പറയുമ്പോൾ 16 - x². f of x കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ y എഴുതി കൊടുക്കുക എന്നാണ് അവിടെ മീൻ ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഗ്രാഫ് വന്നിട്ട് ഫംഗ്ഷൻ എഴുതാൻ പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ അറിയാവുന്ന ഒന്നുകിൽ പരാബോള അല്ലെങ്കിൽ ഹൈപ്പർബോള അല്ലെങ്കിൽ എലിപ്സ് അല്ലെങ്കിൽ സർക്കിൾ ഏതെങ്കിലും ഒരെണ്ണേ തരുവുള്ളൂ. അല്ലെങ്കിൽ മോഡുലസ് ഫംഗ്ഷൻ, സിഗ്നം ഫംഗ്ഷൻ, അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഗ്രാഫേ തരുവുള്ളൂ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ. ക്ലിയർ ആണോ? അല്ലെങ്കിൽ റാങ്ക് മേക്കിംഗ് ആയിട്ട് ലൈനിന്റെ ഇക്വേഷൻ വല്ലതായിരിക്കും. അപ്പൊ അതിൽ നിന്ന് y കണ്ടുപിടിച്ചാൽ എപ്പോഴും ഫംഗ്ഷൻ f of x എഴുതാൻ പറഞ്ഞാൽ y എഴുതുക. അതാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യേണ്ടത്. മനസ്സിലായോ? പിടികിട്ടിയോ? ഇതെല്ലാം നാളെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. കുറെ കുട്ടികൾ ചോദിച്ചുകൊണ്ട് എടുത്തിരുന്നതാണ്. അത് അറിയാവുന്ന കുട്ടികൾ കാണണ്ട, അല്ലാത്തവർ ഉറപ്പായിട്ട് കാണണം. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ഇതിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻ നാളെ എക്സ്പെക്റ്റഡ് ആണ്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് എഴുതുക. എല്ലാവരും അടിച്ച് പൊളിച്ച് നന്നായിട്ട് എഴുതുക. എല്ലാ കുട്ടികളും ജയിക്കട്ടെ. ഒരുവിധം പഠിച്ച എല്ലാ കുട്ടികൾക്കും A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക് ഇടട്ടെ. ഓൾ ദി ബെസ്റ്റ്.